UAE കുന്നംകുളം നിവാസികളുടെ സാംസ്കാരിക സംഘടന സമത കുന്നംകുളം 15ാം വാർഷികാഘോഷം വർണ്ണാഭമായി. ദുബായ് ഖുസൈസിലെ കേഴ്സൺ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന വാർഷികാഘോഷം സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാംഗം NK കുഞ്ഞഹമ്മദ്, സമത കുന്നംകുളം സെക്രട്ടറി സൈഫുദ്ദീൻ, പ്രസിഡന്റ് സുശീൽ കുമാർ, സമിതിയുടെ പ്രഥമ സെക്രട്ടറി ഷാജൻ കുണ്ടുകുളം, പ്രോഗ്രാം കൺവീനർ ഫൈസൽ എന്നിവർ സംസാരിച്ചു. തിരുവാതിരക്കളി, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, വനിതാ ശിങ്കാരിമേളം, ക്ലാസിക്കൽ ഡാൻസ് എന്നിവയ്ക്ക് പുറമെ കുന്നംകുളത്തെ സാംസ്കാരികവും പൗരാണികവുമായ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശനവും നടന്നു. തുടർന്ന് തെയ്യവും കാളയും കാവടിയും ശിങ്കാരിമേളത്തോടു കൂടിയ ഘോഷയാത്രയും ഉണ്ടായി. കുന്നംകുളത്തെ ഉത്സവ പറമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ദുബായിലേക്ക് പറിച്ചുനട്ട പ്രതീതി സൃഷ്ടിച്ച പൊടിപൊടിച്ച പൂരക്കച്ചടവും നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനും നിറഞ്ഞുനിന്ന ആഘോഷരാവിൽ കേരളത്തിൽ തരംഗമായി മാറിയ അഞ്ജു ജോസഫ് ലൈവ് ബാൻഡും ഒപ്പം ലിബിൻസ് കറിയയും കൂടി ചേർന്നൊരുക്കിയ സംഗീത വിരുന്നുമുണ്ടായി. വാർഷികാഘോഷത്തിന് സമത ഭാരവാഹികൾ നേതൃത്വം നൽകി. ദുബായിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 7000-ഓളം ആളുകൾ ഈ സംഗീതരാവ് ആസ്വദിക്കാനെത്തി. പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നയത്തിനെതിരായി LDF എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന പ്രതിഷേധ സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഷാജി കാക്കശ്ശേരി അധ്യക്ഷനായി. കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ്, CPI മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, LDF കൺവീനർ ആഷിഖ് വലിയകത്ത്, CPIM ലോക്കൽ സെക്രട്ടറിമാരായ BR സന്തോഷ്, PA ഷൈൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ TC മോഹനൻ, CK രമേശ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് എന്നിവർ സംസാരിച്ചു. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിലെത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന സമ്മേളനം LFCG-HSS മമ്മിയൂരിൽ മുരളി പെരുന്നല്ലി MLA നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഷൈജു PS സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ PM സമ്മാനദാനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിനാഥൻ A, തൃശൂർ DEO രോഹിത് നന്ദകുമാർ KS, ഇരിങ്ങാലക്കുട DEO ഷൈല T, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ A, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു VB, മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ P, ചാവക്കാട് BPC BRC സംഗീത MT, MR MH SS പ്രിൻസിപ്പൽ ഷീബ MD എന്നിവർ ആശംസകൾ നേർന്നു. മമ്മിയൂർ LFCG-HSS പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ന ജേക്കബ് T നന്ദി പറഞ്ഞു. 1243 പോയിന്റുമായി ചാലക്കുടി ഉപജില്ല 1ാം സ്ഥാനവും 1218 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല 2ാം സ്ഥാനവും 1211 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ ഓവറോൾ 352 പോയിന്റുമായി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും 306 പോയിന്റുമായി
HSS GHSS ചാലക്കുടിയും മമ്മിയൂർ LFCGHS സ്കൂളും 2ാം സ്ഥാനവും പങ്കിട്ടു. 283 പോയിന്റുമായി HS ചന്ദ്ര പിന്നെ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര ഓവർബ്രിഡ്ജിനു മുകളിൽ വലിയ മലമ്പാമ്പ്. ഇന്ന് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് മലമ്പാമ്പിനെ കണ്ടത്. പാലത്തിന് താഴെ കുറ്റിക്കാടുകളിൽ നിന്നും ഇഴഞ്ഞ് പാലത്തിന് മുകളിലേക്ക് കയറിയതാവാമെന്ന് സംശയിക്കുന്നു. പാലത്തിന് താഴെ നിന്ന് അപ്രോച്ച് റോഡിന്റെ ഭിത്തി വഴിയും പാമ്പിന് മുകളിൽ എത്താം. വാഹനങ്ങൾ കയറാതിരിക്കാൻ നാട്ടുകാർ പാമ്പിന് കാവൽ നിന്നു. പിന്നീട് എടയ്ക്കൂരിൽ നിന്ന് സ്നേക്ക് കേച്ചർ ബീരാൻകുട്ടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. എടപ്പാൾ മാണൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. അപകടത്തിൽ മൂവാറ്റുപുഴ സ്വദേശിയായ കാർ യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ കാർ യാത്രികനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി. വൃക്ക മാറ്റിവെച്ച കൊരട്ടിക്കരയിലെ ഗ്രഹനാഥന് 25,000 രൂപ അനുവദിച്ചു. വെൽഫെയർ പാർട്ടി പലിശരഹിത പരസ്പര സഹായ നിധിയിൽ നിന്നും സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ ഭാഗമായി കൊരട്ടിക്കരയിലെ ചെറുകിട കച്ചവടക്കാരനും വൃക്ക മാറ്റിവെച്ച ഗ്രഹനാഥനുമായ അൻവർ പരുവക്കുന്നിന് കരിമ്പൻ ജ്യൂസ് മെഷീൻ വാങ്ങുന്നതിനായി 25,000 രൂപ വെൽഫെയർ പാർട്ടി പരസ്പര സഹായ നിധിയിൽ നിന്നും വായ്പയായി നൽകി. സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം FITO വഴിയോര കച്ചവട ക്ഷേമ സമിതി കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അഹ്സൻ, MH റഫീഖ്, ഷമീറ നാസർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് പട്ടേൽ, മൊയ്തീൻ ബാവ, PC മൊയ്തു, നാസർ വില്ലന്നൂർ, ഹമീദ് KT എന്നിവർ നേതൃത്വം നൽകി. JKR ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു. 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്
25/8/25 മുതൽ 25/9/25 വരെ 1 മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് JK ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്തു തുടങ്ങി. കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വിരിപ്പ് കൃഷിയിൽ വലിയ മെച്ചമില്ലാത്തതിനാലും ചുരുക്കം കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കൊരട്ടിക്കര പാടശേഖരത്തിൽ ഉമ്മാവിത്താണ് ഉപയോഗിച്ചിരുന്നത്. മികച്ച വിളവ് ലഭിച്ചില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ലെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ക്ഷേത്ര പരിസരത്ത് സംഭരിച്ചിരിക്കുന്ന നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കാൻ അധിക ചെലവിനിടയാക്കുമെന്ന് കർഷകർ പറയുന്നു. സംഭരണ വില 30 രൂപയാണെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാത്തത് 24 രൂപയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകേണ്ട അവസ്ഥയാണെന്നാണ് പാലക്കാട് ജില്ലയിലെ കേൾവി. നെല്ല് സംഭരണവും വിലയും വൈകാതെ ലഭിച്ചാൽ മാത്രമേ മുണ്ടകൻ കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. അമൃതയും അമേയയും നാടിന്റെ അഭിമാനമാണെന്ന് K. ജയശങ്കർ. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇരട്ടകളായ അമൃത അനിൽകുമാറിനും അമേയ അനിൽകുമാറിനും കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ ത്രിവർണ്ണ ഷോൾ അണിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NM റഫീഖ്, സോണി സക്കറിയ, ശശിധരൻ കണ്ടംപുള്ളി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ നദിയാരത്ത്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ VK മുഹമ്മദ്, TK മുഹമ്മദ് കുട്ടി, CC സക്കറിയ, വിൽസൺ ആനപ്പറമ്പ്, KS സുധീഷ്, KK മുരളീധരൻ, ഉമാദേവി, രമാദേവി, KP ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. കാട്ടാക്കാമ്പൽ ആനപ്പറമ്പ് കണ്ടംപുള്ളി വീട്ടിൽ അനിൽകുമാറിന്റെയും വിനീത അനിൽകുമാറിന്റെയും മക്കളാണ് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൃതയും അമേയയും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. 3 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ 2ാം ദിനത്തിൽ വയോജന സംഗമം നടന്നു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ വയോജന സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നതെന്നും ക്ഷേമ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, പകൽ വീട് എന്നിങ്ങനെ പ്രായമാരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയുമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ധർമ്മൻ, പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ICDS സൂപ്പർവൈസർ PU അശ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മദ്ദള കലാകാരൻ ഗോപാലകൃഷ്ണൻ, ഈലത്താള കലാകാരൻ അനിയൻ നായർ എന്നിവരെയും വയോജനങ്ങളെയും ആദരിച്ചു. അവസാനിപ്പിക്കാനുള്ള പോരാട്ട മുദ്രാവാക്യമുയർത്തി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സംഘടനകളായ കോൺഗ്രസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള താഴ്ന്ന പ്രചരണ പാതയാണ് സർക്കാരിന്റെ ഗുണമേന്മ പദ്ധതികളും ശക്തിപ്പെടുത്തുക. വിശദമായി എനിക്ക് വേണ്ടി ഇവിടെ സംസാരിച്ച
ആളുകളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുക. വിവിധ സംഘടനകളുടെ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും മേഖല കാൽനട പ്രചരണ ജാഥ കട്ടകമൽ പഞ്ചായത്തിലെ ചെറുക്കൽ സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാറ്റുകരയിലാണ് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രതിഭ പവിത്രൻ അധ്യക്ഷയായി. മുല്ലശ്ശേരി പ്രൊജക്ട് സെക്രട്ടറി NB ജയ, CITU പഞ്ചായത്ത് കോർഡിനേറ്റർ TD സുനിൽ, യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീബിത ഷാജി, ട്രഷറർ ഗീത, CPIM ലോക്കൽ സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കെതിരെ വടക്കാഞ്ചേരിയിൽ CPM പ്രതിഷേധിച്ചു. ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് തിടുക്കത്തിലുള്ള ഈ പരിഷ്കരണ നീക്കമെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മുന്നറിയിപ്പും കൂടിയാലോചനയും ഇല്ലാതെ നടപ്പാക്കുന്ന ഈ തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കാൻ ലക്ഷ്യമിടുന്നതാണെന്നും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരക്കിട്ട് SIR നടപ്പാക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെയും പൊതുജന പങ്കാളിത്തത്തെയും ബാധിക്കുമെന്ന ആശങ്കയും പ്രതിഷേധക്കാർ പങ്കുവച്ചു. കേരള നിയമസഭ പോലും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ആശങ്ക രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ലോക്കൽ കമ്മിറ്റി അംഗം KO വിൻസെന്റ് അധ്യക്ഷനായി. NK പ്രമോദ് കുമാർ, MJ ബിനോയ്, മിനി അരവിന്ദൻ, KP മദനൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രസംഗിച്ചു. ജനവിധി അട്ടിമറിക്കാനും ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് CPM വ്യക്തമാക്കി. വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലിച്ചില്ല. അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത്. വള്ളത്തിലുണ്ടായിരുന്ന 16 തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു. വള്ളം മുങ്ങിയ സ്ഥലം GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമഫലം കണ്ടിട്ടില്ല. വള്ളത്തിലെ 2 എഞ്ചിനുകൾ, വല, GPS സംവിധാനം, തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു. വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു. ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും
20ഓളം തൊഴിലാളികളുടെയും ഏക വരുമാന മാർഗമാണ് കടൽ വിഴുങ്ങിയത്. ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വെള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്കു മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. നാട്ടികയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ മോഷണശ്രമം നടത്തിയ തമിഴ്നാട് സ്വദേശിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസുകളിലെ പ്രതിയായ തമിഴ്നാട് സ്വദേശി 50 വയസ്സുള്ള വീരമണിയാണ് അറസ്റ്റിലായത്. വീരമണി നാട്ടികയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ജോലിയാണ് ചെയ്തു വരുന്നത്. ഒക്ടോബർ 28 രാത്രി 8:30യോടെയാണ് സംഭവം. വാടാനപ്പള്ളി സ്വദേശി നിസാറിന്റെ നാട്ടിക JK തിയേറ്ററിന് സമീപത്തുള്ള ഒഴിഞ്ഞുകിടന്നിരുന്ന തറവാട് വീടിന്റെ വാതിൽ കല്ലുകൊണ്ട് പൊളിച്ച് അകത്തു കയറാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വലപ്പാട് പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. വീരമണി ഗുരുവായൂർ, വലപ്പാട്, കൊടുങ്ങല്ലൂർ, മതിലകം, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A. അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ CN എബിൻ, GISI സൈഫുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ, സിവിൽ പോലീസ് ഓഫീസർ ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആരോഗ്യ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മികച്ച നഗരസഭയ്ക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൽ നിന്നും ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, അർബൻ ഹെൽത്ത് കോർഡിനേറ്റർ DC പോൾ എന്നിവരും സന്നിഹിതരായിരുന്നു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടോൽമാർ ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഇടവകയുടെ 40ാം സ്ഥാപിത പെരുന്നാളും ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും നേർച്ച വിതരണവും നടന്നു. തുടർന്ന് പള്ളിയിൽ നിന്നും ആരംഭിച്ച വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനു ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം ഭദ്രസേനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് കൊടിയും സ്ലീബായുമായി പ്രദക്ഷിണവും ആശീർവാദത്തിനും ശേഷം പൊതുസദ്യയുടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി. വികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി CK ഷിജു, സെക്രട്ടറി അഭിലാഷ് P സൈമൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. നാഗലശ്ശേരി പഞ്ചായത്തിൽ 7ാം വാർഡിലെ മേനാത്ത് വിജയൻ പ്രഭിത ദമ്പതികളുടെ ആരോപണത്തിന് മറുപടിയുമായി പഞ്ചായത്ത് സാരഥികൾ രംഗത്തെത്തി. ലൈഫ് മിഷൻ പ്രസിദ്ധീകരിച്ച മുൻഗണനാ ലിസ്റ്റ് മറികടന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രനും 7ാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കിലും കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1000-ലേറെ അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി തിരഞ്ഞെടുത്ത 350-ലേറെ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കാനുള്ളത്. ഇതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള 161 കുടുംബങ്ങൾക്കും വീട് നൽകിക്കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിൽ 120ഓളം പേർക്ക് ആനുകൂല്യം നൽകുന്നതിന്റെ ഭാഗമായി 91 ഗുണഭോക്താക്കൾ അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു. ആരോപണം ഉന്നയിച്ച വിജയൻ ജനറൽ വിഭാഗത്തിൽ 235 നമ്പർ ഗുണഭോക്താവാണ്. അദ്ദേഹം
അപേക്ഷ നൽകുന്ന സമയത്ത് ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചിട്ടില്ല. ഭിന്നശേഷിയുള്ള കുട്ടി ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. ആനുകൂല്യത്തിന് തികച്ചും അവർ അർഹരാണ്. എന്നാൽ പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണന നൽകണമെന്ന് കാണിച്ച് ലൈഫ് മിഷൻ ഡയറക്ടർക്ക് പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണാജനകവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സൽകീർത്തി കളങ്കപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് സാരഥികൾ പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 1-ാം ശ്രാദ്ധ പെരുന്നാളിന്റെ ഭാഗമായി തൃശൂർ ഭദ്രാസന കുന്നംകുളം മേഖല ജേക്കബറ്റ് സിറിയൻ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് സഹായനിധി വിതരണം നടത്തി. മേഖലയ്ക്ക് കീഴിലുള്ള പെങ്ങാമുക്ക്, ആര്യമ്പാട യൂണിറ്റ് തലങ്ങളിലും ഡയാലിസിസ് സഹായനിധി വിതരണം നടത്തി. മേഖലാ സെക്രട്ടറി ജോബിൻ വി ജോണി, മേഖലാ വൈസ് പ്രസിഡന്റ് ബ്രിട്ലി പി ബാബു എന്നിവർ ചേർന്ന് ചാലിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സ്റ്റിനോയ്ക്ക് സഹായനിധി കൈമാറി. മേഖലാ പ്രസിഡന്റ് ഫാദർ ബേസിൽ കൊല്ലാർമാലി, മീഡിയ കോർഡിനേറ്റർ എബിൻ ശലമോൻ, ട്രഷറർ റൈവിൻ വിറ്റി, ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി KS സുവിൻ, ജോയിന്റ് സെക്രട്ടറിമാരായ വിപിൻ പി ബാബു, എബിൻ ഗീവർഗിസ് ടി എന്നിവർ സംസാരിച്ചു.